കളേഴ്സ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പിയായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. കുട്ടികൾക്കായി നമ്മൾ പല വിധത്തിലുള്ള സ്നാക്കുകൾ പുറത്തുനിന്ന് നമ്മൾ വാങ്ങാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായി വീട്ടിൽ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ആ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് മാത്രം. അതിനായിട്ട് അല്പം വലിയ ഉരുളക്കിഴങ്ങാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 3 എണ്ണം എടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് പീൽ ചെയ്ത് കളഞ്ഞിട്ട് നല്ല വൃത്തിയാക്കി ഇതുപോലെ പീസുകളായി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് മുക്കി വയ്ക്കുക. ഇനി നമുക്ക് തണുത്ത വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് സാധാ പച്ചവെള്ളത്തിൽ 2-3 പ്രാവശ്യം നന്നായി കഴുകണം. അതിന് സ്റ്റാർച്ച് എല്ലാം പോയിട്ട് ആ ഒഴിക്കുന്ന വെള്ളം തെളിഞ്ഞു വരുന്നത് വരെ നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി തിളയ്ക്കുന്ന വെള്ളത്തിൽ ഉപ്പിട്ട് ആവശ്യമുള്ളതിന് ഉപ്പിട്ടതിന് ശേഷം അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 3-3.5 മിനിറ്റ് മാത്രം നമ്മൾ ബോയിൽ ചെയ്യുക. ഒരുപാട് വെന്ത് പോകാൻ പാടില്ല. അതുകൊണ്ട് ഒരു 3-3.5 മിനിറ്റ് മാക്സിമം നമ്മൾ ഇട്ടതിന് ശേഷം നമുക്ക് ചൂടുവെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം. ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ചൂടുവെള്ളത്തിൽ നമ്മൾ എടുത്തു മാറ്റിയിട്ട് അതിൻ്റെ വെള്ളം എല്ലാം ഡ്രെയിൻ ചെയ്ത് കളയണം. അതിനായിട്ടൊരു കിച്ചൺ ടവലോ അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള തുണിയിലോ നമ്മളത് നിരത്തിയിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് മടക്കിയൊന്ന് വെള്ളം ഒപ്പിയെടുക്കുക, ഒന്ന് വൈപ്പ് ചെയ്ത് കളയണം. ഇപ്പം നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നന്നായി ചൂടാവണം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. നമ്മളിത് 2 സ്റ്റെപ്പായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനിയൊരു 1-1.5 മിനിറ്റ് വരെ മാത്രം നമ്മൾ ഫ്രൈ ചെയ്യുന്നുള്ളൂ. അതായത് ആ വാട്ടർ കണ്ടൻറ്റ് പോകുന്നത് വരെ മാത്രം. കളർ മാറുന്നത് നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല. ഇതുപോലെ ആകുമ്പോൾ നമ്മൾ അതിൽ നിന്ന് കോരിയെടുക്കുന്നു. ശേഷം അല്പം കോൺഫ്ലവർ അതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അത് എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ ആക്കി കൊടുക്കുക. ഇനി നമുക്കിത് നന്നായി അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് അല്പം എടുത്ത് നമുക്ക് വീണ്ടും അത് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ആവശ്യത്തിനായിട്ട് വീണ്ടും എണ്ണ ചൂടാക്കാൻ വച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായി. അപ്പോൾ അതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ക്രിസ്പി ആകുന്നവരെ എൻ്റെ ഒരു കളറൊക്കെ ഒന്ന് ഷെയ്ഡ് മാറിയിട്ട് നമുക്ക് ആ ചട്ടകത്തിൽ ഇങ്ങനെ തട്ടുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നല്ല ക്രിസ്പി ആയിട്ട് നമുക്കറിയാൻ പറ്റും. ആ സമയത്ത് നമ്മൾ ഇത് എണ്ണയിൽ നിന്ന് മാറ്റിയാൽ മതി. ഫ്ലെയിം അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ഓവർ ഫ്ലെയിം ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതുപോലൊരു കളറൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് എടുത്ത് മാറ്റാം. ഇനിയൊരു പാത്രത്തിൽ ടിഷ്യൂ പേപ്പർ നിവർത്തിയിട്ട് അതിലേക്കാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ അധികമുള്ള എണ്ണയെല്ലാം അത് വലിച്ചോളും. ഇപ്പോൾ നല്ല ക്രിസ്പി ഫ്രഞ്ച് ഫ്രൈസ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.